ദിലീപ് അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇതിന് പിന്നിൽ? ഞാൻ അങ്ങനെ കരുതുന്നുമില്ല. ഇതിൻ്റെ പിന്നിൽ ദിലീപ് തന്നെ ആയിരിക്കണം, അല്ലാതെ വേറൊരു സാധ്യതയില്ല എന്നാണ് അതിൻ്റെ പല തെളിവുകളും പോലീസ് കണ്ടെടുത്തതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ദിലീപിനെ ശിക്ഷിക്കാൻ പറ്റാതെ വന്നു. 120B ഗൂഢാലോചനയ്ക്കകത്ത് പോലീസ് ഹാജരാക്കിയ ആ തെളിവുകൾ കോടതി റിലേ ചെയ്തില്ല. അവിടെയാണ് കോടതി ദിലീപിനെ നിരുപാധികം വിട്ടയച്ചത്. അത് തന്നെയല്ല, ഇതിനകത്ത് നമ്മളിത് വിശകലനം ചെയ്യുമ്പോൾ ഗൂഢാലോചന തെളിയിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. മറ്റുള്ള കുറ്റകൃത്യങ്ങളുടെ സെക്ഷൻ അനുസരിച്ച് കുറ്റച്ചുരുക്കമൊക്കെ പറയുന്നു, ഗൂഢാലോചന എപ്പോഴും രഹസ്യമായിട്ടായിരിക്കുമല്ലോ. രണ്ടുപേര് ഗൂഢാലോചന നടത്തി അതിനകത്തോട്ട് പോലീസിന് പെനിട്രേറ്റ് ചെയ്ത് കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഗൂഢാലോചനയ്ക്ക് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിന് കൃത്യമായ തെളിവുകൾ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് പ്രോസിക്യൂഷന്. അതേസമയത്ത് ഗൂഢാലോചനയിലെ അവർ പങ്കെടുത്തെന്നും അതിന് ആ മീറ്റിംഗ് ടു മൈൻഡ്സ്, അതാണ് അവരെ രണ്ട് മനസ്സിൻ്റെ മീറ്റിംഗ്, അത് നടന്നുവെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ എവിഡൻസ് കൂടെ വന്നു കഴിഞ്ഞാൽ അത് സഫീഷ്യൻ്റ് ആണ് ഒരാളെ ഗൂഢാലോചനയ്ക്ക് ശിക്ഷിക്കാൻ എന്ന് പല കേസുകളിൽ കൂടി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് എന്തുകൊണ്ട് കോടതി ആ രീതി സ്വീകരിച്ചില്ല? കാരണം 7 സ്ഥലങ്ങളിൽ വെച്ച് ദിലീപും പൾസർ സുനിയും മീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്, പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ 4 സ്ഥലങ്ങളിൽ 2 സിനിമ ഷൂട്ടിംഗ് പ്ലേസ് വെച്ചാണ് കണ്ടിരിക്കുന്നത്. അത് സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് കോടതി അത് റിലേ ചെയ്തില്ല? അതാണ് നമുക്ക് ജഡ്ജ്മെന്റ് വരുമ്പോൾ പരിശോധിക്കേണ്ടത്.